ഹായ് ഓൾ, വെൽക്കം ടു സിമ്പിൾ സക്സസ്. നമ്മളിന്ന് ജനറൽ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ PSC ക്വസ്റ്റ്യൻ പേപ്പറിലും 20 മാർക്കിൻ്റെ ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ്. അപ്പോൾ ആർട്ടിക്കിൾസിൻ്റെ ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എ ആൻഡ് ദി എന്നിവയാണ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിനെ രണ്ടായി തരംതിരിക്കുന്നു: ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഫസ്റ്റ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് നോക്കാം. എ ആൻ എന്നിവയാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഒരു നൗൺ അല്ലെങ്കിൽ നാമത്തെ പൊതുവായി പറയുമ്പോഴാണ് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ: ഷീ ഈസ് എ ഗുഡ് ഗേൾ. ഏകവചന നാമങ്ങൾക്ക് മുൻപിലാണ് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. ഒരു, ഒന്ന് എന്ന അർത്ഥത്തിലാണ് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. ഉച്ചാരണ ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. വവൽസ് ലെറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ നോക്കാം. കൺസോണൻ്റ് ലെറ്ററിൻ്റെ ഉച്ചാരണ ശബ്ദമുള്ള വാക്കുകൾക്ക് മുൻപിൽ എ ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, വവൽസ് ലെറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഉച്ചാരണ ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് കേസാണ് എ ഉപയോഗിക്കുന്ന കൺസോണൻ്റ് ലെറ്ററിൻ്റെ ഉച്ചാരണ ശബ്ദമുള്ള വാക്കുകൾക്ക് മുൻപിൽ എ ഉപയോഗിക്കുള്ളൂ. എക്സാമ്പിളായിട്ട് എ കാർ, എ ഡോൾ, എ വുമൺ. ഇവിടെയെല്ലാം കൺസോണൻ്റ് ലെറ്ററിൻ്റെ ഉച്ചാരണ ശബ്ദമാണ് ഉണ്ടാകുന്നത്. സെക്കൻഡ് കേസ്, വവൽ ലെറ്റേഴ്സിൽ ആരംഭിക്കുന്ന വാക്കുകൾ ആണെങ്കിലും അവയുടെ ഉച്ചാരണം യു, വ തുടങ്ങിയ കൺസോണൻ്റ് സൗണ്ടിൽ ആണെങ്കിൽ എ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ: എ യൂറോപ്യൻ, എ യൂണിവേഴ്സിറ്റി, എ 1 rupee കോയിൻ, എ യൂണിയൻ, എ വൗണ്ടഡ് ക്യാറ്റ്, എ യൂസ്ഫുൾ മെറ്റൽ. ഇതിലൊക്കെ കൺസോണൻ്റ് ലെറ്ററിൻ്റെ ഉച്ചാരണ ശബ്ദമാണ് ഉണ്ടാകുന്നത്. വവൽ ലെറ്റേഴ്സിൽ ആരംഭിച്ചാലും അതുകൊണ്ട് ഇവിടെ എ ആണ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആൻ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ നോക്കാം. വവൽ ലെറ്റേഴ്സിൻ്റെ ഉച്ചാരണ ശബ്ദമുള്ള വാക്കുകൾക്ക് മുൻപിൽ ആൻ ഉപയോഗിക്കുന്നു. ഉച്ചാരണ ശബ്ദം നോക്കിയാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വവൽ ലെറ്റേഴ്സിൻ്റെ ഉച്ചാരണ ശബ്ദമാണെങ്കിൽ അവിടെ ആനാണ് ഉപയോഗിക്കുന്നത്. കൺസോണൻ്റ് ലെറ്ററിൻ്റെ ഉച്ചാരണ ശബ്ദമാണെങ്കിൽ എ ഉപയോഗിക്കുന്നു. എക്സാമ്പിളായിട്ട് ആൻ എലിഫൻറ്റ്, ആൻ ഐലൻഡ്, ആൻ ഔൾ, ആൻ അംബ്രല്ല. ഇതിലെല്ലാത്തിലും വവൽ ലെറ്റേഴ്സിൻ്റെ ഉച്ചാരണ ശബ്ദമാണ് വരുന്നത്. മാത്രമല്ല ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതും വവൽ ലെറ്റേഴ്സിലാണ്. ഇനി കൺസോണൻ്റ് ലെറ്ററിൽ ആരംഭിക്കുന്ന വാക്കുകൾ ആണെങ്കിലും അവയുടെ ഉച്ചാരണം വവൽ സൗണ്ടിലാണെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ: ആൻ അവർ, ആൻ ഓണസ്റ്റ് മാൻ, ആൻ ഓണറബിൾ വുമൺ. ഇവിടെ എച്ച് സൈലൻ്റ് ആണ്. അപ്പം ഇതെല്ലാത്തിലും വവൽ ലെറ്റേഴ്സിൻ്റെ ഉച്ചാരണ ശബ്ദമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിൽ ആൻ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ നോക്കാം. വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ അബ്രിവിയേഷൻസിന് മുൻപിൽ ആൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിളായിട്ട് ആൻ എച്ച്, ആൻ എൻ, ആൻ MLA, ആൻ എക്സ്റേ, ആൻ FIR, ആൻ HS സ്കൂൾ, ആൻ LD ക്ലർക്ക്. ഇതിലെല്ലാത്തിലും വവൽ സൗണ്ടിലാണ് ആരംഭിക്കുന്നത്. നെക്സ്റ്റ് കൺസോണൻ്റ് സൗണ്ടിൽ ആരംഭിക്കുന്ന ലെറ്റേഴ്സ് ഓർ അബ്രിവേഷൻസ് മുൻപിൽ എ ഉപയോഗിക്കുന്നു. AB, AK, AUS ഷിപ്പ്, VIP. ഇവിടെ വവൽ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്താലും കൺസോണൻ്റ് സൗണ്ടാണ് വേർഡിന് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എ ആണ് ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കുന്നത്. എക്സ്പാൻഷന് മുൻപിൽ എ അല്ലെങ്കിൽ ദി ആണ് ഉപയോഗിക്കുന്നത്. ആൻ ഉപയോഗിക്കില്ല. എക്സാമ്പിളായിട്ട് എ ഓർ ദി ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഒരു നൗണിന് മുൻപിൽ
വരുന്ന അഡ്ജക്റ്റീവിന് മുൻപിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിളായിട്ട് ഹീ ഈസ് ആൻ ഓൾഡ് മാൻ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ കാർ. പ്രൊഫഷൻസിൻ്റെ പേരിന് മുൻപിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ വിപിൻ ഈസ് ആൻ എൻജിനീയർ, ഐ സോ എ ഡോക്ടർ. നെക്സ്റ്റ്, വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡിൽ ആരംഭിക്കുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ എ ഓർ ആൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ വാട്ട് എ നോൺസെൻസ്, വാട്ട് ആൻ അറ്റ്മോസ്ഫിയർ. നെക്സ്റ്റ്, ആദ്യമായി ഉപയോഗിക്കുന്ന നൗണിന് മുൻപിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ഐ സോ എ സ്ട്രേഞ്ചർ ഓൺ ദി റോഡ്. ഇനി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നോക്കാം. ഒരു പ്രത്യേക കാര്യത്തെയോ വസ്തുവിനെയോ പൊതുവായി പറയുന്നതിനായി ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദി ഉപയോഗിക്കുന്നു. ആ, ഈ എന്ന അർത്ഥത്തിലാണ് ദി ഉപയോഗിക്കുന്നത്. ഏകവചന നാമങ്ങൾക്ക് മുൻപിലും എണ്ണാൻ കഴിയാത്ത നാമങ്ങൾക്ക് മുൻപിലും ദി ഉപയോഗിക്കുന്നു. ദി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, ഒരു പ്രത്യേക വസ്തുവിനെയോ വ്യക്തിയെയോ സൂചിപ്പിക്കുവാൻ. എക്സാമ്പിൾ ദിസ് ഈസ് ദി കാർ ദാറ്റ് ഹിറ്റ് മീ. സെക്കൻഡ് പോയിന്റ്, അഡ്ജക്റ്റീവ്സിന് മുന്നിൽ ദി ഉപയോഗിക്കുന്നു. വി ought to help the poor. തേർഡ് പോയിന്റ്, ഒരു ഗണത്തെ കാണിക്കുന്ന നാമത്തിന് മുൻപിലും ദി ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ദി ക്യാറ്റ് ഈസ് എ പെറ്റ് ആനിമൽ. നെക്സ്റ്റ്, കമ്പാരിറ്റീവ് അഡ്വർബിന് മുൻപിൽ ദി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ദി ഹയർ യു ക്ലൈംബ് ദി കോൾഡർ ഇറ്റ് ഗെറ്റ്സ്. ഇവിടെ ഹയർ ആൻഡ് കോൾഡർ ആർ കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് ഉള്ള വെർബ്സാണ്. നെക്സ്റ്റ്, ഷിപ്സ്, ട്രെയിൻസ്, എറോപ്ലെയിൻസ്, സ്പേസ് ക്രാഫ്റ്റ് തുടങ്ങിയവയുടെ പേരിന് മുൻപിൽ ദി ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ദി ടൈറ്റാനിക്, ദി പരശുരാം എക്സ്പ്രസ്. നെക്സ്റ്റ്, ബോഡി പാർട്സിനെ സൂചിപ്പിക്കുമ്പോൾ ദി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ there is a fracture in the leg. നെക്സ്റ്റ്, ഓർഡിനറി നമ്പേഴ്സിന് മുൻപിലും ദി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ദിസ് ഈസ് ദി ലാസ്റ്റ് വാർണിംഗ്. നെക്സ്റ്റ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് തുടങ്ങിയവയ്ക്ക് മുൻപിൽ ദി ഉപയോഗിക്കുന്നു. ഐ വിൽ മീറ്റ് ഹിം ഇൻ ദി മോർണിംഗ്. ഇവിടെ മോർണിംഗ് മുമ്പിൽ ദി ആണ് ഉപയോഗിച്ചത്. പ്രൊഫഷൻ, ജോബ് തുടങ്ങിയ പദങ്ങൾ ചേർന്ന് വരുന്ന തൊഴിലിൻ്റെ പേരിന് മുൻപിൽ ദി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ അനില ലൈക്സ് ദി ബാങ്കിങ് ജോബ്. ഇവിടെ ജോബ് ചേർന്ന് വന്നുകൊണ്ടാണ് ദി ഉപയോഗിച്ചത്. നെക്സ്റ്റ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപിലും ദി ആണ് ഉപയോഗിക്കുന്നത്. കമ്പാരിറ്റീവ് അഡ്വർബിന് മുമ്പിലും അതുപോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിലും ദി ആണ് ഉപയോഗിക്കുന്നത്. അമ്മു ഈസ് ദി ടോളസ്റ്റ് ഗേൾ. ടോളസ്റ്റ് ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, ദി ആണ് ഉപയോഗിച്ചത്. ലോകത്തിൽ ഒന്നു മാത്രമുള്ള വസ്തുക്കളുടെ പേരിന് മുൻപിലും ദി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ദി സൺ, ദി സ്കൈ, ദി എർത്ത്. ഓഷ്യൻ, സീ, ലേക്ക്, റിവർ, കനാൽ, ഫോറസ്റ്റ്, ഡിസർട്ട്, മൗണ്ടെയിൻ തുടങ്ങിയവയുടെ പേരിന് മുൻപിൽ ദി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ദി പസഫിക് ഓഷ്യൻ, ദി അറേബ്യൻ സീ. ദിക്കുകൾക്ക് മുൻപിൽ ദി ഉപയോഗിക്കുന്നു. ദി സൗത്ത്, ദി നോർത്ത് സൗത്ത്. നെക്സ്റ്റ്, ചുരുക്കെഴുത്തുകൾക്ക് മുൻപിലും ദി ഉപയോഗിക്കുന്നു. ദി UNO, ദി USA എക്സെട്ര. പുണ്യഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങൾ, ക്ലാസിക്കൽ പുസ്തകങ്ങൾ തുടങ്ങിയവയുടെ പേരിന് മുൻപിൽ ദി ഉപയോഗിക്കുന്നു. ദി മഹാഭാരത, ദി രാമായണ, ദി ബൈബിൾ, ദി എൻസൈക്ലോപീഡിയ. സാധാരണയായി രാജ്യങ്ങളുടെ പേരിന് മുൻപിൽ ദി ഉപയോഗിക്കാറില്ല. എക്സാമ്പിൾ ഇന്ത്യ, ചൈന എന്ന് പറയുള്ളൂ, ദി ഇന്ത്യ എന്ന് പറയില്ല. എന്നാൽ രാജ്യങ്ങളുടെ പേരിൻ്റെ പൂർണ്ണ രൂപങ്ങൾക്ക് മുൻപിൽ ദി ഉപയോഗിക്കാം.
എക്സാമ്പിൾ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. നെക്സ്റ്റ്, ഒരു രാജ്യത്തെ നിവാസികളെ സൂചിപ്പിക്കുവാൻ ദി ഉപയോഗിക്കാം. ദി ഇന്ത്യൻ, ദി ഡച്ച്, ദി ചൈനീസ് എക്സെട്ര. നെക്സ്റ്റ്, പദവികളുടെയും തലക്കെട്ടുകളുടെയും മുൻപിൽ ദി ഉപയോഗിക്കുന്നു. ദി പ്രസിഡൻറ്റ്, ദി സെക്രട്ടറി എക്സെട്ര. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ന്യൂസ് പേപ്പർ, മാഗസീൻസ്, ബാങ്ക് തുടങ്ങിയവയുടെ പേരിന് മുൻപിൽ ദി ഉപയോഗിക്കുന്നു. ദി ഇന്ത്യൻ എക്സ്പ്രസ്, ദി സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ദി ഫോബ്സ് എക്സെട്ര. ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകൾക്ക് മുൻപിൽ ദി ഉപയോഗിക്കുന്നു. ദി ആര്യൻസ്, ദി നീഗ്രോസ് എക്സെട്ര. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഓൾഡ് മാൻ ഹൂ ലീവ്സ് ഇൻ മൈ നെയ്ബർഹുഡ് ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ. ആൻസർ എ ആണ് വന്നത്. എ യൂണിവേഴ്സിറ്റി. യു ഒരു കൺസോണൻറ്റ് സൗണ്ടാണ് തരുന്നത്, അതുകൊണ്ട് യു വവ്വലാണെങ്കിലും യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസോണൻറ്റ് സൗണ്ടിലായതുകൊണ്ട് എ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി ട്രെയിൻ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 65 കിലോമീറ്റർ ഡാഷ് അവർ. ആൻസർ ആനാണ് വരുന്നത്. അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വവ്വൽ സൗണ്ടിലാണ്, അതുകൊണ്ട് ഇത് ആനാണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, വി ലീവ് ഇൻ ഡാഷ് ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ഡോർ. ഇവിടെ ഒരു ഹൗസ് സ്പെസിഫൈ ചെയ്യണോണ്ട് ദി ആണ് ആൻസർ വന്നത്. ആർട്ടിക്കിൾ ആൻസർ ദി. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡാഷ് സ്പാനിഷ് ആർ നോൺ ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി. നോൺ ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ സ്പാനിഷ് സ്പെസിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ദി സ്പാനിഷ് ആർ നോൺ ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹീ ഈസ് ഡാഷ് ഓണസ്റ്റ് മാൻ. ഇത് ഹോണസ്റ്റ് വരുമ്പോൾ എപ്പോഴും ആൻ വരുള്ളൂ, അപ്പോൾ ആനാണ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡാഷ് പേഴ്സൺ ഹൂ ഡൈഡ് യെസ്റ്റർഡേ വാസ് എ ഹേർട്ട് പേഷ്യൻറ്റ്. ഇവിടെ ആ പേഴ്സണെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുകയാണ്. ഹേർട്ട് പേഷ്യൻ്റ് ആണ് യെസ്റ്റർഡേ മരിച്ചതെന്ന്, അപ്പോൾ ദി പേഴ്സൺ ആണ് ആൻസർ. ദി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീ ഈസ് ഡാഷ് യുണീക്ക് പൊളിറ്റീഷ്യൻ. യുണീക്ക് യുലാണ് സ്റ്റാർട്ട് ചെയ്യണത്, അത് കൺസോണൻറ്റ് സൗണ്ടാണ്, അപ്പോൾ എ യുണീക്ക് പൊളിറ്റീഷ്യൻ ആൻസർ എ ആണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, റീന ഈസ് നോട്ട് ഡാഷ് അഗ്ലി ഗേൾ. ആൻ അഗ്ലി ഗേൾ. ആൻ ഒരു വവ്വൽ സൗണ്ടാണ് തരുന്നത്, അതുകൊണ്ട് ആൻ അഗ്ലി ഗേൾ. നയൻത്ത് ക്വസ്റ്റ്യൻ, യെസ്റ്റർഡേ ഡാഷ് യൂറോപ്യൻ കോൾഡ് മൈ ഓഫീസ്. യെസ്റ്റർഡേ യൂറോപ്യൻ സ്റ്റാർട്ട് ചെയ്യണത് കൺസോണൻറ്റ് സൗണ്ടിലാണ്, അതുകൊണ്ട് എ യൂറോപ്യൻ ആൻസർ എ ആണ്. ടെൻത്ത് ക്വസ്റ്റ്യൻ, ഹീസ് ഡാഷ് യൂണിവേഴ്സിറ്റി ലെക്ചർ. ഹീസ് എ വരുള്ളൂ, യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസോണൻറ്റ് സൗണ്ടിലാണ്. 11th ക്വസ്റ്റ്യൻ, ഹീ ഹാസ് ബീൻ സഫറിങ് ഫ്രം ഫീവർ ഫോർ ഡാഷ് ലാസ്റ്റ് 6 years. ഫോർ ദി ലാസ്റ്റ് 6 years. ആ ലാസ്റ്റ് 6 years സ്പെസിഫൈ ചെയ്യണോണ്ട് ദി ആണ് ആൻസർ വരുന്നത്. 12th ക്വസ്റ്റ്യൻ, ഹീ ഈസ് ഡാഷ് ഓൾമോസ്റ്റ് ഫേമസ് മാൻ ഓഫ് ഹിസ് ലൊക്കാലിറ്റി. ദി ഓൾമോസ്റ്റ് ആണ് ആൻസർ. 13th ക്വസ്റ്റ്യൻ, ഐ ഗേവ് ഹിം ഡാഷ് അഡ്വൈസ്. ഇവിടെ നമുക്ക് ആൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ദി ഉപയോഗിക്കാം. ഐദർ ആൻ ഓർ ദി ആണ് ആർട്ടിക്കിൾ വരുന്നത്. ഹി വാസ് ഡാഷ് ഗ്രേറ്റർ പോയറ്റ് ദാൻ എ പൊളിറ്റീഷ്യൻ. എ ഗ്രേറ്റർ പോയറ്റ് ദാൻ എ പൊളിറ്റീഷ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ, കാശ്മീർ ഈസ് ദി ഡാഷ് സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ. ദി സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ. 16th ക്വസ്റ്റ്യൻ, ഡു യു ഇൻറ്റൻഡ് ടു ട്രാവൽ ബൈ ഡാഷ് ലാൻഡ്. ഇതിന് ആർട്ടിക്കിൾ ഇവിടെ ആവശ്യമില്ല. ഡു യു ഇൻറ്റൻഡ് ടു ട്രാവൽ ബൈ ലാൻഡ് എന്ന് മതി. അപ്പം നോ ആർട്ടിക്കിളാണ് ആൻസർ. അപ്പോൾ ഓപ്ഷനിൽ നോ ആർട്ടിക്കിൾസും കാണും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എഴുതണം.
ആർട്ടിക്കിൾസ് വേണ്ടാത്ത സാഹചര്യങ്ങളും ഉണ്ടാവാം. നെക്സ്റ്റ് 17th question. They made him dash king of the country. The king of the country. He is dash minister today. He is a minister today. Do not make dash noise. ഇവിടെയും ആർട്ടിക്കിൾ വേണ്ടാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ഡു നോട്ട് മേക്ക് നോയ്സ്, നോ ആർട്ടിക്കിളാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗോഡ് മെയ്ഡ് ഡാഷ് കൺട്രി, മാൻ മെയ്ഡ് ഡാഷ് ടൗൺ. ഇവിടെ ഒരു ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത് രണ്ടിടത്തും. ദി കൺട്രി, മാൻ മെയ്ഡ് ദി ടൗൺ. ഇപ്പം നമ്മൾ ആർട്ടിക്കിളിൻ്റെ എന്നുള്ള പാർട്ടിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള അത് യൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.